നമസ്കാരം. പാകിസ്ഥാനികളെ കൊണ്ട് പൊറുതുമുട്ടിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറുമെല്ലാം പാകിസ്ഥാന് മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഒരേ നഗരത്തിൽ 200-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യവുമുണ്ട്. ഇത്രയേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തിങ്ങിപ്പാർക്കുന്ന മറ്റൊരു നഗരവും ലോകത്തിൽ ഇല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, വ്യത്യസ്തമായ സംസ്കാരം, ഭാഷ, ഭക്ഷണരീതി ഇതെല്ലാം UAE-യിലുണ്ട്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവാസികൾക്ക് പാകിസ്ഥാനികൾ നാണക്കേടായി മാറുകയാണ്. കൊലപാതകം നടത്തിയ ശേഷം ദുബായിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ 3 പാകിസ്ഥാനികൾ പിടിയിലായിട്ടുണ്ട്. ദുബായിലെ ഉമ്മുൽ റമൂൽ ഏരിയയിൽ നടന്ന കൊലപാതക കേസിൽ പ്രതികളായ 3 പേരാണ് പ്രോസിക്യൂഷൻ നടപടികൾ ഒഴിവാക്കാനായി UAE-യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. 2024 മാർച്ച് 26-ന് അൽ റാഷിദിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം നടന്നത്. കൊലപാതകത്തിൽ പാകിസ്ഥാനികളുടെ പങ്ക് വ്യക്തമായിരുന്നു. കുറ്റകൃത്യം നടന്ന ഒരു ദിവസത്തിനു ശേഷം UAE പോലീസിന്റെ കണ്ണ് വെട്ടിച്ചവർ ഒമാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രയിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ റോഡ് മാർഗമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഔദ്യോഗിക ചെക്ക് പോസ്റ്റുകൾ മറികടക്കുന്നതിനായി മറ്റൊരാൾ ഓടിച്ച ട്രക്കിൽ ഒളിച്ചിരുന്ന് ഇവർ ഒമാനിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ചരക്കുമായി പോകുന്ന ട്രക്കെന്ന് കരുതി വിശദമായ പരിശോധന പോലീസ് നടത്തിയിരുന്നില്ല. എന്നാൽ ഒമാനി അധികൃതർ നടത്തിയ പരിശോധനയിലാണ് രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു കയറാനുള്ള ഇവരുടെ ശ്രമം പാളിപ്പോയത്. ഒമാൻ അതിർത്തിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ട്രക്കിൽ നടന്ന പരിശോധനയിൽ 3 പേരും പിടിക്കപ്പെടുകയായിരുന്നു. പാകിസ്ഥാനികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവർ ദുബായിൽ നടന്ന കൊലപാതക കേസുകളുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇവരെ പിടികൂടി ദുബായ് പോലീസിന് കൈമാറുകയായിരുന്നു. ഈ പാകിസ്ഥാനികളുടെ പ്രായം 25-നും 35-നും ഇടയിലാണ്. വിദേശികളുടെ അനധികൃത പുറത്തുകടക്കലും പ്രവേശനവും സംബന്ധിച്ച 2021-ലെ ഫെഡറൽ ഡിക്രി നിയമം നമ്പർ 29 പ്രകാരം ഇവർക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചു. അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടന്നതിന് 1 മാസത്തെ തടവും നാടുകടത്തലുമാണ് 3 പേർക്കുമെതിരെ കോടതി വിധിച്ചത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഔദ്യോഗിക ചെക്ക് പോസ്റ്റുകൾ മറികടന്ന് അനധികൃതമായി രാജ്യം വിട്ടതായും കൊലപാതകത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തതായും പ്രതികൾ സമ്മതിച്ചിരുന്നു. പാകിസ്ഥാൻ പൗരന്മാർ UAE-ക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാനികൾ സ്ഥിരമായി UAE-യിൽ നിയമലംഘനങ്ങൾ നടത്താറുണ്ട്. നിയമലംഘനങ്ങൾ പതിവായതിനു പിന്നാലെ ഇവർക്ക് UAE-യിലേക്ക് വരാനും ജോലി തേടാനുമുള്ള നിബന്ധനകൾ UAE കടുപ്പിച്ചിരുന്നു. തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ യാചകർ എത്തിയിരുന്നു. ഉംറ വിസയിലെത്തുന്ന പാകിസ്ഥാൻ യാചകർ പിന്നീട് അധികൃതരുടെ കണ്ണു വെട്ടിച്ച് ഭിക്ഷാടനം നടത്തി വരികയായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രവാസികളുടെ പെരുമാറ്റത്തിലും ജോലിയിലും UAE-ക്കും സൗദിക്കും പുറമെ ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാനികളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതക്കുറവ്, ജോലിയോടുള്ള മനോഭാവം, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. GCC രാജ്യങ്ങൾ അറിയിച്ചതനുസരിച്ച് 50% കുറ്റകൃത്യങ്ങളിലും പാകിസ്ഥാനികൾ ഉൾപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ വീഡിയോകൾ അനധികൃതമായി നിർമ്മിക്കുന്നതിനുൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാർ ജോലിയുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുന്നതായി കുവൈറ്റ് നേരത്തെ അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ തൊഴിലാളികൾ ജോലിക്കിടെ സുരക്ഷാ ഹെൽമറ്റ് ധരിക്കുന്നില്ലെന്നും ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രവാസികൾക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് പാകിസ്ഥാനികളുടെ പോക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.